ഹലോ എവറി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് കാണാം കേട്ടോ. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കോഡ് സെറ്റും അബായ ഗൗൺസും കഫ്താൻ പാറ്റേണുള്ള ഡ്രസ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ദെൻ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനും ഒരു ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ വീഡിയോസ് ഒരുപാട് പേരിലേക്ക് എത്തിപ്പെടുക. നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് വരും ചെയ്യാം. സോ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തെല്ലാം സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഡ്രസ്സ് ഏതെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ആക്കിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും, ഓർഡർ ആക്കി തരും ചെയ്യേ. ദെൻ ഓർഡർ ആക്കുന്നതിന് മുന്നായിട്ട് എല്ലാവരും മാക്സിമം എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കളറാണെങ്കിലും സൈസ്, ലെങ്ത്, വിഡ്ത്ത് എല്ലാം, ക്ലോത്തിൻ്റെ ഒരു സ്ട്രക്ചർ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തെടുക്കണേ. കാരണം നമുക്ക് ചാനൽ വഴിയുള്ള സെയിൽസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ റിട്ടേൺ ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിട്ടേൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. പക്ഷേ റിട്ടേൺ വരും. നിങ്ങൾ മിസ്റ്റേക്കിൽ ഡ്രസ്സ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങൾ ഓർഡർ ആക്കാത്ത ഡ്രസ്സാണ് നിങ്ങൾക്ക് വന്ന് കിട്ടിയതെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഡ്രസ്സിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ റിട്ടേൺ പോസിബിളാണ്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഓപ്പൺ വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പാക്ക് കംപ്ലീറ്റ് ആയി കാണിക്കുക, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുന്നത് കാണിക്കുക, ദെൻ ഡ്രസ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക, സൈസ്, കളറെല്ലാം കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യുക. കളർ എന്തായാലും ക്യാമറയിൽ കാണുമ്പം ചെറിയ രീതിയിലൊരു ചേഞ്ച് ഉണ്ടാവും, വലിയ ചേഞ്ചല്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പം അങ്ങനെയാവുമ്പം നമുക്ക് റിട്ടേൺ വരില്ല. അല്ലാതെ പ്രൊഡക്റ്റേ മാറി കളറ് വേറൊരു കളറുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ വരും. ദെൻ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ക്യാഷ് ഓൺ ഡെലിവറി ചോദിച്ചിട്ട് കോൺടാക്റ്റ് വരുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും അയച്ചതിന് ശേഷം മാത്രമാണ് ഓർഡർ കൺഫേം ആവുക. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ദെൻ പ്രോഡക്റ്റ് എല്ലാം വൃത്തിയായിരിക്കും കേട്ടോ. നിങ്ങൾ പേ ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യും എല്ലാ പ്രൊഡക്റ്റും. ദെൻ ക്ലോത്ത്, പുതിയ രീതിയിലുള്ള ഒരുപാട് ക്ലോത്തുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഏതാണെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറായിട്ട് അന്വേഷിച്ചിട്ട് എടുക്കാൻ ട്രൈ ചെയ്യണേ. പിന്നെ ഇത് കാണുന്നതെല്ലാം ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ, അല്ലാതെ പ്രിൻ്റ് അല്ല, എംബ്രോയ്ഡറിയിൽ വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് മാക്സിമം ഡ്രസ്സസ് XS to 4XL 5XL വരെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം 6XL 7XL വരെ വരുന്നുണ്ട്. അപ്പം 5XL ആദ്യം ചോദിക്കുമ്പം ഇല്ലായിരുന്നു, 5XL അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പം മാക്സിമം ഡ്രസ്സസ് 5XL വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമൈസിങ് ഉള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട്. പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ അതിൽ മാക്സിമം കസ്റ്റമൈസിങ് വരുന്നുണ്ട്. കസ്റ്റമൈസിങ് ആകുമ്പോൾ എന്താണെന്ന് ഒരു പ്രത്യേകത, ഒരു ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നീളം കൂടുതലായിട്ടോ ഒക്കെ നമുക്ക് കുറവായിട്ടോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുകയും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിലവരുണ്ട്, അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാലും പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം നീളം, ലെങ്ത്ത് കൂടുതലായിരിക്കും. മാക്സിമം ഗൗൺസ് 56 ആണ് വരുന്നത്. ഇപ്പം അത് കൂടി 58 to 60 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം കസ്റ്റമൈസിങ് ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിക്ക് അളവെല്ലാം അയച്ചു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തെല്ലാം സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.